കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന കരുണാമയനായ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കാൻ നമുക്കിടയാകണം. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയിൽ എല്ലാ കാലത്തും വാഴ്ത്തും. മറ്റടുത്ത് പറയുന്നു, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യത്തിലും ആശ്രയമരുത്. അവർ മണ്ണിലേക്ക് തിരിയുമ്പോൾ ഏത് സമയത്തും ആശ്രയിക്കാൻ കൊള്ളാവുന്ന, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവിടുത്തെ സന്നിധിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. തള്ളിക്കളയാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, താങ്ങുന്നവൻ, കരുതുന്നവൻ ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ആരും മാറട്ടെ, ദൈവം നമ്മുടെ മധ്യമുണ്ട്. ആരും മറക്കട്ടെ, നോഹയെ ഓർത്തവൻ നമ്മെ ഓർക്കും, അന്നെ ഓർത്തവൻ നമ്മെ ഓർക്കും. യോസഫിനെ എല്ലാവരും മറന്നില്ലേ? സ്വന്തം കുടുംബത്തിൽ നിന്നല്ലേ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞത്. പക്ഷേ ദൈവം മറന്നില്ല. പാനപാത്രവാഹൻ മറന്നുപോയി, പക്ഷേ ദൈവം ഓർത്തു. പാനപാത്രവാഹൻ ഓർത്താൽ കൊടുക്കുന്ന പൊസിഷന് ഒരു പരിധി ഉണ്ടായിരുന്നു. ദൈവം ഓർത്താൽ അവർക്ക് മീതെ അധികാരങ്ങൾ കൊടുത്ത യോസഫിനെ അദേശത്ത് മാനിച്ചെങ്കിൽ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ ബലം വെളിപ്പെടുത്തും, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ എല്ലാ നാളുകളിലും നമുക്ക് ഇടയാവണം. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ നമുക്കിടയാകട്ടെ. തൻ്റെ ജനത്തെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ ഇന്നും അവിടുത്തേക്ക് കഴിയും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ ദൈവം, മനോവിനയവും മനസ്താവമുള്ളവരോട് വസിക്കുന്നവൻ, അറിവുകൂടാതെ ആലോചനയെ മറിച്ചു കളയുമ്പോൾ തന്നെ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായവൻ്റെ സാന്നിധ്യം പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയണം. വിശ്വസ്തയോടെ ഏകാഗ്രതയോടെയും നടക്കുന്നതിൻ്റെ ജനത്തെ ഓർക്കും. അതാണ് ഭക്തനായ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത്. തൻ്റെ ജീവൻ ഇത്രയേ ഉള്ളൂ, കാലം തീർന്നു എന്ന് ദൈവശബ്ദം കേട്ടപ്പോൾ താൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ, ഞാൻ ഏകാഗ്രതയോടെ നടന്നത്, ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പാകെ നിന്നത്, വിശ്വസ്തയോടെ ഇരുന്നത് ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം നേരത്തെ പറഞ്ഞ ശബ്ദം യെശയ്യാവിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്ക് വേണ്ടി ദൈവശബ്ദം ഇന്നും മുഴങ്ങും. ഓർക്കുന്നൊരു ദൈവമുണ്ട്, കരുതുന്നൊരു ദൈവമുണ്ട്, വിധികളെ മാറ്റുന്നൊരു ദൈവമുണ്ട്. എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ എന്ന് പറഞ്ഞ ദൈവസാന്നിധ്യത്തിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഞാനാകുന്നു എന്നരുളി ചെയ്തവൻ ഇന്നും സഹോദരങ്ങളെ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തന്മാർ അവിടുത്തെ മുമ്പാകെ നിൽക്കാൻ സന്നദ്ധരാവണം എന്നുള്ളതാണ്. വിശ്വസ്തന്മാർ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് വിശ്വസ്തന്മാരെ ആവശ്യമുണ്ട്. വിശ്വസ്തന്മാരെ കാക്കുന്ന ഒരു ദൈവമെന്ന് തിരുവെഴുത്തിൽ വായിക്കും. വിശ്വസ്തയോടെ നമുക്ക് നടക്കാം.
പ്രമാണപ്രകാരം ജീവിക്കാം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. അവിടുത്തെ വരവ് വാതിക്കലായിരിക്കും. സദൃശവാക്യം 3:10 വളരെ സുഹൃതാണ്. അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയാൽ നിറയും, അല്ലെങ്കിൽ സമൃദ്ധിയായി നിറയും. നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ദൈവത്തിൻ്റെ വചനം ശക്തമായി പറയുന്നു, ഒരു നിറവ് വേണമെങ്കിൽ, ഒരു കവിഞ്ഞൊഴുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. സ്വന്തം വഴികളിൽ നടക്കരുത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളണം, എല്ലാ വഴികളിലും. അടുത്തത്, നമുക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നത് ബുദ്ധിയാണ്. എൻ്റെ കഴിവാണ്, എൻ്റെ ബലമാണ്, എൻ്റെ സമ്പത്താണ് എന്നെ ഇത്രയും നടത്തിയത് എന്ന് പറഞ്ഞ് സ്വന്തം ജ്ഞാനത്തിലോ വിവേകത്തിലോ തത്വങ്ങളിലോ ആശ്രയിക്കരുത്. അടുത്തത്, ദൈവത്തെ ബഹുമാനിക്കണം. അങ്ങനെ ദൈവത്തെ ബഹുമാനിക്കാൻ തയ്യാറായെങ്കിൽ ദൈവത്തിന് മുഴുമഹത്വവും കൊടുക്കാൻ ഇടയാവുമെങ്കിൽ, പ്രൈസ് ഗോഡ്, ദൈവവചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ മാനിക്കാൻ, ദൈവിക പ്രമാണങ്ങളെ പിൻപറ്റുവാൻ, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ചകളും ബഹുമാനവും ദൈവത്തിന് മാത്രം കൊടുക്കാൻ തയ്യാറായാൽ കളപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും. ചക്കുകളിൽ എണ്ണ കവിഞ്ഞൊഴുകും. ചക്കുകളിൽ വീഞ്ഞും കവിഞ്ഞൊഴുകും. എണ്ണയും വീഞ്ഞുമൊക്കെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണോ? നിൻ്റെ വഴി ദൈവത്തിന് വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മൾ വിധേയപ്പെടണം. ആത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യണം. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാവണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് മുഴു ശരീരവും മൈൻഡും വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ഒരു വലിയ സമൃദ്ധി, എണ്ണ, വീഞ്ഞ്, മഞ്ഞ്, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിഴലായി കാണിക്കുന്നു എങ്കിൽ നിറഞ്ഞു കവിയുന്ന ഒരനുഭവം വരണമെങ്കിൽ സ്വന്തം വഴിയെല്ലാം ഉപേക്ഷിക്കണം. സ്വന്തം വിവേകത്തിൽ നിന്ന് മാറണം. സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് മാറണം. പ്രൈസ് ഗോഡ്. യോവേൽ പ്രവചനം നാം വായിക്കുമ്പോൾ അവിടെയും ഇതേ വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗം കാണാൻ സാധിക്കും. 2:24. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. അങ്ങനെയെന്ന് പറയുമ്പോൾ ജനത്തോടൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിലാപത്തോടും കണ്ണുനീരോടും അനുതാപത്തോടും കൂടെ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ മനസ്സോടെ കടന്നു വന്നാൽ ഇവർ ആയിപ്പോയി, ശൂന്യമാക്കപ്പെട്ടു. അവരുടെ പിതാക്കന്മാരുടെ കാലത്ത് പോലും ഇതുപോലൊരു ശൂന്യത അനുഭവിച്ചിട്ടില്ല. ആത്മിക ശൂന്യത, പ്രാർത്ഥനയിൽ ആരാധിക്കാൻ, അഭിഷേകത്തോടെ നിൽക്കാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തി, ആ പ്രാർത്ഥനയുടെ ടെൻഡൻസി ഇല്ലാതാക്കി നിങ്ങളെ ഒതുക്കി ശൂന്യമാക്കുന്ന മണ്ഡലങ്ങൾ പൊട്ടണമോ? ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരണം. ദൈവത്തിങ്കലേക്ക് ഒന്ന് യൂട്ടേൺ എടുത്തിട്ട്, കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ ഒന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ആത്മാവിൽ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും എന്നെ നിറയ്ക്കണമേ എന്ന് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം അവരെ സമർത്ഥമായി അനുഗ്രഹിക്കും, അവരെ ശക്തീകരിക്കും. ആത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും.
യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി ശൂന്യമാക്കപ്പെട്ട അവസ്ഥകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവാത്മശാന്തമായി ചോദിക്കുന്നു, സമർപ്പിക്കാമോ? എനിക്കൊരു ആത്മീയ നിറവ് വേണം, പ്രാർത്ഥനയുടെ ഒരു ആഴം എനിക്ക് വേണം, അഭിഷേകത്തിൻ്റെ ഒരു നിറവ് വേണം, വിശുദ്ധിയുടെ ഒരു പാരമ്യം എനിക്ക് വേണം, അഡ്ജസ്റ്റ്മെൻറ്റുകൾ എനിക്ക് വേണ്ട, പുത്തുവരുത്തം വേണ്ട, എന്നെ ഒന്ന് പണിയണമേ. ചിലരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു, ചിലരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റപ്പെട്ടു പോയതുപോലെ, ഒതുക്കപ്പെട്ടു പോയതുപോലെ, ശൂന്യമാക്കപ്പെട്ട ഒരു പാത്രം പോലെ ആയിരിക്കുമ്പോൾ നിൻ്റെ പാത്രങ്ങളെ ദൈവം കൊണ്ടുവരിക, കഥ കടയ്ക്കുക, മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക. ആ പാത്രങ്ങളെ നിറയ്ക്കാൻ വലിയൊരു കവിഞ്ഞൊഴുക്കിലേക്ക് നാളുകൾക്ക് മുമ്പ് പ്രാപിച്ച അഭിഷേകം ചോർന്നു പോയെങ്കിൽ വീണ്ടും നിറയ്ക്കാൻ കഴിവുള്ളവൻ്റെ സാന്നിധ്യം ഇന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിലൊരു പുതുക്കം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, മന്ദതകൾ മാറട്ടെ, ആത്മാവിൽ ഉണരട്ടെ. ഒരു വലിയ ആത്മിക കവിഞ്ഞൊഴുക്കുന്നു പകൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ഞങ്ങൾ ആത്മാവിൽ അനുഗ്രഹിച്ച് രോഗികൾ സൗഖ്യമാകട്ടെ. വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ പരിശുദ്ധാത്മാവെ അങ്ങ് വെളിപ്പെടുത്തി ആദരിക്കുന്നതിനായി സ്തോത്രം. കൃപ കൂടെയിരിക്കും. അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ദൈവം ജയം നൽകും. പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഗൈഡൻസ് അനുസരിച്ച് പോകാൻ ഞങ്ങളെല്ലാം ഇടയാക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവാത്മാവ് നിങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കും. ഈ വചനങ്ങൾ allowed സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.